വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. യെസ്, അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് തന്നെ പറയണം. ഷിംജിത മുസ്തഫ, നിങ്ങൾ ഫസ്റ്റ് സ്ക്രീനിൽ കണ്ട പോലെ ഷിംജിത മുസ്തഫ പിടിയിലായിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, റീൽസ് ചിത്രീകരിക്കുന്ന സമയത്ത് ആ സ്റ്റൈലിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നിട്ടുള്ള ആ ഒരു മോന്തായത്തിന് പകരം കംപ്ലീറ്റ് ബുർഖയൊക്കെ ധരിച്ച് മാസ്കൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം ഈ ന്യൂസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ന്യൂസ് പിന്തുടർന്നവരും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കുറേ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. 36 മംഗളൂരുവിൽ പോയി, അവിടെ നിന്നാണ്ട് ബാംഗ്ലൂരിൽ പോയി, ബോംബെ പോയി, ഡൽഹി പോയി, ദുബായ് വരെ എത്തി എന്നുള്ള ന്യൂസ് വരെ പുറത്തു വന്നിരുന്നു. എന്തായാലും വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് 36 പിടിച്ചിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു, അതും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. വൈദ്യപരിശോധനയ്ക്കായി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് പിടിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. വളരെ ആശ്വാസം തന്നെ പറയണം. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ പിടിച്ചതിനും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു ഭാഗത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അത്രയധികം ആശ്വസിക്കുമ്പോഴും, കാരണം എന്താ വെച്ചാൽ മരിച്ചു പോയിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള ദീപകിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഇവൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ഇവൾക്ക് എന്നല്ല, ഇവൾക്ക് ശിക്ഷ കിട്ടുന്നതിലൂടെ ബാക്കിയുള്ള ആൾക്കാർ പോലും ഇതിനൊന്നും മുതിരാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും മറുവിഭാഗം അപ്പുറത്ത് ചില ടീംസ് ഉണ്ട് ഇതിനെ എന്താ പറയുക, ഇവളൊരു വിക്റ്റിമാണ്, ഇവൾ ഇരയാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാരെ. ന്യൂസ് പ്ലേ ചെയ്യാം. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യ അടിച്ചു പൊളിയായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പോകുന്നുണ്ട്. കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇത് എവിടെ നിന്നാണ് ഷിംജിത പിടിയിലായിരിക്കുന്നത്? വിവരങ്ങൾ സമീർ. ഉന്മേഷ്, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോൺ. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ തെളിവുള്ളത്. അത് കിട്ടുന്നതനുസരിച്ച് മാത്രമേ ശിക്ഷ കിട്ടുമോ, ഇതിൽ ബാക്കി എന്ത് നടപടി ഇതിനെതിരെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഏറ്റവും നിർണായകം. നമ്മൾ ഭയങ്കരമായിട്ട് ഇതിനെ പിടിച്ചു എന്ന് വിചാരിച്ച് ആശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ദൃശ്യങ്ങളാണ്, അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് ഇടയാക്കുന്ന സാഹചര്യം. യെസ്, അപ്പോൾ ഇതാണ് ന്യൂസ്. എന്തായാലും സ്വകാര്യ വാഹനത്തിലാണ്, അതായത് പോലീസ് ജീപ്പിലല്ല കൊണ്ടുപോയത് എന്നുള്ള പല ആക്ഷേപങ്ങളും ഇതിനോടൊപ്പം വരുന്നുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ന്യൂസ് ഉള്ളത്. ഇപ്പം മുഖം കാണിക്കേണ്ട, ആറ്റിറ്റ്യൂഡ് ഇടണ്ട, സ്റ്റൈലാക്കണ്ട, മാസ്ക് ഒക്കെ ഇട്ടിട്ട് മറ്റേ പർദ്ദയൊക്കെ ധരിച്ച് അടിച്ചുപൊളിയായിട്ട് പോയിട്ടുണ്ട്. വേറെയുള്ള പരിപാടികളൊന്നും വേണ്ട. റീച്ച് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെട്ടുള്ള വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ, ഇതിലേറെ കൂടുതൽ ഇനി റീച്ച് മറ്റേ സിനിമയെ പറഞ്ഞാൽ എനിക്കിവിടെ മാത്രമല്ലടാ അങ്ങ് ജയിലിലുണ്ട് പിടിയേറുന്ന കണ്ടീഷനായിപ്പോയി. എല്ലാവരുടെ ഇടയിലും ഷിംജിത മുസ്തഫ എന്നുള്ള പേര് ഒരു കാലത്തും ഒരാളും മറക്കില്ല. എന്തായാലും ഫർദർ അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.